ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഒരു കഫേ വ്ലോഗാണ്. ഒരു കഫേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് വൈറ്റിലയിലാണ്. എപ്പിക് പോയട്രി കഫേ എന്നാണ് അതിന്റെ പേര്. ഒരു ഗ്രീക്ക് സാന്റോറിനി പോലത്തെ സംഭവമാണ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഫേന്റെ കളർ വൈറ്റ്, ഒരു ബ്രൗൺ കളർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിരിക്കുന്ന ഒരു സ്കൈ ബ്ലൂ കളർ ക്രോഷറ്റ് ടോപ്പും ഒരു ബോഹോ സ്കേർട്ടുമാണ്. വൈറ്റ് സ്കേർട്ട് കണ്ടോ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഞാൻ അവിടെ എത്തിയതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്യാനുണ്ട്. ഇപ്പൊ സമയം ആയിരിക്കുന്ന 11:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എത്തുമായിരിക്കും എന്ന് വിശ്വസിക്കാം. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കഫേയിൽ നമ്മൾ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നീങ്ങി പോവായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിച്ച് കാണിക്കാം. സോ ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരുമാണ് പോകുന്നത്. ഞാൻ കാണിക്കാം. ദിസ് ഇസ് മൈ ഫ്രണ്ട്. ഓക്കെ, നമുക്ക് പുള്ളിയോട് ഇനി കുറച്ചു നേരം സംസാരിക്കാം. പുള്ളിയുടെ പേരും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ പറയട്ടെ, ഞാൻ എന്തിനാ പറയുന്നല്ലേ, പുള്ളി തന്നെ പറയട്ടെ. ഇൻട്രോയും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ചോദിക്കാം കേട്ടോ. പറ, പേരൊന്ന് പറയാവോ ചേട്ടാ പ്ലീസ്? ഫുൾ നെയിം ഒന്ന് പറ. നിക്സൽ ജോർജ്. അപ്പൊ പുള്ളി വന്നിരിക്കുന്നത് ദുബായിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഒരു 4 months അല്ലേ, 5 monthsനടുത്ത് അവിടെയായിരുന്നു. ഒക്ടോബർ മന്തിലാണ് പോയത്. ഇപ്പൊ നമുക്ക് ലീവിന്റെ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് വന്നയാ. ഇനിയിപ്പൊ തന്നെ തിരിച്ചു പോവും, ഈ അടുത്ത് തന്നെ ആയിട്ട് തിരിച്ചു പോവും. അപ്പോ പിന്നെ എന്റെ യൂട്യൂബ് ചാനലിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് പറയാവോ? നല്ല അഭിപ്രായമാണ്, നന്നായി മികച്ചു പോകുന്ന യൂട്യൂബ് ചാനലാണ്. പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല, എന്നെ പറ്റി ഒന്നും പറയാനില്ല. വിറ്റാണ് ഇതിലല്ല എല്ലാം. ഓ, എല്ലാരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. പിന്നെ ഒന്നുമില്ല, ബൈ. വേറെ ഒന്നുമില്ലല്ലോ, ഇത്രയല്ലേ ഉള്ളു പറയാൻ. എന്തെങ്കിലും പറയണെങ്കിൽ പറഞ്ഞോ. ഇൻവേർട്ടർ. ആ മേളിൽ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അത് മെട്രോയാണ്. ഇതാ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ മെട്രോ ഉണ്ട്. സ്റ്റിൽ നമ്മളിപ്പോഴും ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. മെട്രോന്റെ അടിയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ഒന്ന് കുറവുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞൂടെ, എന്നാലും ഇപ്പൊ കുറവുണ്ട്. നമ്മുടെ അൽസാജ് കണ്ടോ, ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടെ ഇനി നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. കുറെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെട്രോ വഴി അങ്ങ് പോയാല് വൈറ്റിലേക്ക്. പക്ഷെ നമുക്ക് ടൈം എടുക്കുമെന്നല്ല, അതിപ്പോ കാറിന് പോയാലും നല്ല ബ്ലോക്കാണ്, അറിയാലോ. എറണാകുളം കൊച്ചിയിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും ഓൾവേസ്. ബ്ലോക്ക് ഇല്ലാത്ത സമയമൊക്കെ കാണണമെങ്കിൽ ദുബായിൽ വളരെ വളരെ റെയർ ആയിരിക്കും. നമ്മൾ വന്ന് ലുലുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ലുലു മാൾ. ഇനി കുറച്ചുകൂടെ അങ്ങ് പോകാനുണ്ട് നമുക്ക്. നമ്മളങ്ങനെ വൈറ്റിലയിൽ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കാറിൽ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് മോഷൻ സിക്നസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് തലവേദന എടുക്കുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, എന്തൊക്കെയോ വല്ലാത്ത ഒരു ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മള് ഇനി എത്ര മിനിറ്റാ? 7 more minutes കൂടെ ഉണ്ട്. ആ കഫേ ഇരിക്കുന്ന സ്ഥലം കറക്റ്റ് ആയിട്ട് അറിയില്ല. മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാനിവിടെ നിന്നിട്ട് ആയിരുന്നില്ല. എനിക്ക് അല്ലെങ്കിൽ വഴിയൊന്നും അറിയില്ല, അതുകൊണ്ടാണ് മാപ്പ് ഇടുന്നത്. എനിക്ക് മാപ്പ് നോക്കാനും അറിയില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എത്തുമ്പോൾ കാണിച്ചു തരാം. ആ കാണുന്നതാണ് നമ്മുടെ കഫേ എപ്പിക് പോയട്രി. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ കാർ പാർക്കിംഗ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇനി അതുകൂടെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതായിരുന്നു നമ്മുടെ കഫേന്റെ പേരും അതുപോലെ കഫേന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എപ്പിക് പോയട്രി. അതായത് ഇതൊരു ഗ്രേസ് നെയിമാണ്. ഈ ഒരു കഫേനെ വേണമെങ്കിൽ നമുക്കൊരു മിനി കോഫി ഷോപ്പ് എന്നോട് വിളിക്കാം. കാരണം ഇവർ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്രാപ്പി, അമേരിക്കാനോ, എസ്പ്രസോ അതുപോലെ പാസ്ട്രീസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കഫേന്റെ ഒരു ആംബിയൻസ്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറും വേർ പീപ്പിൾ ക്യാൻ റീഡ് അല്ലെങ്കിൽ വർക്ക്, എന്ത് വേണമെങ്കിലും നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ദിസ് കഫേ വാസ് സോ ബ്യൂട്ടിഫുൾ
ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊജിത്തോയും കൂടെ ആയിരുന്നേ. ചീസ് കേക്ക് ഇതാ ഇപ്പോൾ തിന്ന് ഇത്ര ആക്കിയിട്ടുണ്ട്. മൊജിത്തോ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള ചോക്ലേറ്റ് ആണ്. അങ്ങനെ നമ്മൾ കഫേയിലെല്ലാം കയറി കഫേനോട് ബൈ പറയുവാണ്. ബൈ. നല്ലൊരു കഫേ ആയിരുന്നു ഗൈസ്. ഇനി നമുക്ക് നേരെ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. കഫേയിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അൽഫാം മന്തി കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അൽസാജ് എന്ന് പറഞ്ഞ കടയുടെ ഇപ്പുറത്തുള്ളൊരു കടയാണ് ക്വയ റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല അടിപൊളി ജെല്ലിക്കെട്ട് മന്തി കിട്ടും ഗൈസ്. ജെല്ലിക്കെട്ട് മന്തി. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ഇപ്പോൾ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. പോവാം. വേറെ ഒന്നും എടുക്കണം. ഈ ഫോൺ എടുക്കണം. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. Go. കൊറേടാ ഇത് മന്തി ഒന്ന് കാണിച്ചു കൊടുക്കുക. അൽഫാം മന്തി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജെല്ലിക്കെട്ട് മന്തിയും ഒരു ക്വാർട്ടർ ജെല്ലിക്കെട്ട് മന്തിയും അതുപോലെ ഒരു ക്വാർട്ടർ ഹണി അൽഫാം മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വയറ് നിറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്റെ വയറിപ്പോ പൊട്ടിത്തിരിക്കും. വയറ് ബും എന്നായിട്ടുണ്ട്. ബും. ഇന്നത്തെ യാത്രകളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇപ്പൊ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി അടുത്ത ആഴ്ച നമ്മൾ വേറൊരു കഫേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജീവിക്ക് കഫേ, അതായത് കളമശ്ശേരിയിലുള്ള ഒരു കഫേ ആണ്. അത് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞൂടാ. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്. ചിലപ്പോ പോവായിരിക്കും. അപ്പോൾ ഇനി അന്നത്തെ ആ ഒരു വ്ലോഗ്, അതല്ല എന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇനി അടുത്തൊരു വ്ലോഗിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.